ജിഹാദി എന്നൊക്കെ പറയല്ലേ, ജിഹാദി എന്നൊക്കെ പറയല്ലേ, എന്തൊരു കഷ്ടമാണ്. നിങ്ങൾ RSSകാരെല്ലാവരും ചേർന്ന് ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തുന്ന പതിറ്റാണ്ടുകളായി നിങ്ങൾ കള്ളം പറയുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. ഒരാളുടെ പേര് പറയാൻ പറ്റുണ്ടോ? ചോദിച്ചത് കേട്ടില്ലേ? ഒരൊറ്റയാളുടെ പേര്. എനിക്കതിന് ശക്തിയില്ല, ഞാൻ പറയില്ല. RSSകാരനായിട്ടുള്ള ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്ത ഒറ്റയാളുടെ പേര് പറയാനുള്ള തന്റെ ഇടം ജിൻഡോയെ പോലെയുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനുണ്ടോ? അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. ഈ നാട്ടിലെ ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും അല്ല ഇതിന് വിഷയം. ചോദിക്കാനും പറയാൻ ഒരു തെണ്ടില്ലെന്ന് വിചാരിച്ചാ ചോദിക്കടാ. ഈ നാട്ടിലെ സൊക്കോൾഡ് ജിഹാദികൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ഈ നാട്ടിനെ രണ്ടായി മുറിച്ച് രാജ്യം 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശിക്കുന്ന വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കില്ല എന്ന് മാത്രമല്ല ആദ്യത്തേത് മാത്രം എന്നത് കോൺഗ്രസിന്റെ ശക്തമായ നിലപാടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ ഗാനം പോലും പാടാൻ, ദേശീയ ഗീതം പോലും പാടാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ ഒരു പൗരനും ഇല്ല എന്ന് പറയാൻ ആരാണ് കോൺഗ്രസ്? അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല. അത് പറയാൻ അവരാണോ തീരുമാനിക്കുന്നത്? ഇത്ര വലിയ പാടാൻ പാടുള്ളൂ എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണോ? ചോദിക്കാനും പറയാൻ ഒരു തെണ്ടില്ലെന്ന് വിചാരിച്ചാ ചോദിക്കടാ. 1930 ഇതുമായി ബന്ധപ്പെട്ട് ഈ വന്ദേ മാതരത്തിൽ 2 സ്റ്റാൻസ് മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ളൊരു ചർച്ച വരുമ്പോ അവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഈ വിഷയത്തെ എതിർക്കുന്നത് ആദ്യമായി. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അവരുടെ ഒരു വേദിയിലാണ് 1937 ഈ തീരുമാനമെടുക്കുന്നത്. അതിനിവിടെ എന്താ പ്രശ്നം? ആ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തീരുമാനത്തിൽ 1937 ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് വഴങ്ങിക്കൊണ്ട് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2 സ്റ്റാൻസ് മാത്രം മതി എന്ന് തീരുമാനിക്കുന്നതിന്റെ പിന്നിൽ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ പങ്ക് വിസ്മരിക്കാൻ സാധിക്കുമോ? തന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാനാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ബംഗാൾ വിഭജന കാലത്ത് ഇല്ലാതിരുന്ന എന്ത് ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആണ് 1930-കളിൽ ഉണ്ടായത്? 1905 കഴിഞ്ഞിട്ടല്ലേ 35? അന്ന് ഇതുപോലെയുള്ള താങ്കളുടെ ദേശീയ നേതാക്കൾ ആദരിക്കുന്ന നേതാക്കളെടുത്ത നിലപാട് അല്ലെങ്കിൽ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണോ? അല്ലല്ലോ. ഞാൻ നെഹ്റു ഒറ്റയ്ക്കെടുത്ത നിലപാടാണ്. ഞാൻ ആരോട് അങ്ങോട്ട് ചോദിക്കട്ടെ. അപ്പൊ 1945 എന്തിനാണ് നമ്മുടെ രാജ്യത്തെ 2ആയി വിഭജിച്ചത്? അത് മാത്രം ചോദിക്കരുത് സാർ. അവരെന്ത് പറഞ്ഞിട്ടാണ് ഈ രാജ്യത്തെ 2ആയി മുറിച്ചത്? അധികാരത്തിന്റെ പേരിലാണെങ്കിൽ പോലും പിന്നീട് മതം പറഞ്ഞല്ലേ ഇതിന് 2ആയി മുറിച്ചത്? അവിടെ ഹിന്ദുക്കൾ താമസിക്കുന്ന സ്ഥലമായി ഹിന്ദുസ്ഥാനവും ഇവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാനവും വേണമെന്ന് പറഞ്ഞല്ലേ വാദിച്ചുണ്ടാക്കിയത്. ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഇന്നും ഈ നാട്ടിലും നമ്മൾ വിഭജിക്കപ്പെട്ട ഈ നാട്ടിലും ഒന്നായിരുന്ന നമ്മുടെ ഭാരതത്തെ 2ആക്കി മാറ്റിയിട്ടും ഇന്നും ചില ആളുകൾ ആഗ്രഹിക്കുന്ന എന്തായാലും BJP അല്ല RSS അല്ല. കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളും തുടങ്ങുന്നത് വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് അല്ലേ? വന്ദേ മാതരം ആലപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ എല്ലാ സെഷനുകളും ആരംഭിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും നമ്മുടെ രാജ്യത്ത് 14% വരുന്ന മുസ്ലിങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ സമൂഹങ്ങളുണ്ട്. അവർക്ക് ഓക്കെ അല്ല, ഒന്ന് പോടാത്ത അവർക്ക് ഓക്കെ അല്ല, അവർക്ക് വിഗ്രഹാരാധന ഓക്കെ അല്ല, അവർ ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന അവരെ പരിഗണിക്കണ്ടേ? എന്റെ ഈ നാവില്ലേ അത് അവർക്ക് വേണ്ടി സംസാരിക്കും, എന്റെ ഈ കാതുകളില്ലേ അത് അവർക്ക് വേണ്ടി കേൾക്കും. അവരെ പരിഗണിക്കണ്ടേ സർക്കാർ? അവരുടെ എന്തുകൊണ്ടാണ് അവരെ കാണാതെ പോകുന്നത്? നാളെ അവരോട് നിങ്ങൾ നിർബന്ധമായി ഇത് പാടണമെന്ന് പറഞ്ഞാൽ എന്ത് അവർ ചെയ്യണം? നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? ഞാൻ താങ്കളോട് 2 കാര്യങ്ങൾ, താങ്കൾ ഇപ്പൊ പറഞ്ഞതിലെ വസ്തുതാവിരുദ്ധമായ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ഗാനം എഴുതുമ്പോൾ RSS എന്ന് പറയുന്ന സംഘടന രൂപീകൃതമല്ല. അവൻ പറഞ്ഞതിനും കാര്യമുണ്ട്. എന്ത് കാര്യം? ഈ ഗാനം ഔദ്യോഗിക ഗാനമാക്കുമ്പോൾ മാത്രമാണ് RSS എന്ന് പറയുന്ന സംഘടന 1925 RSS രൂപീകൃതമാകുന്നത്. 1870 ഈ ഗാനം ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് RSSന്റെ ഗാനമാകുന്നത്? ഒന്ന്, അതും ശരിയാണല്ലോ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെ വരാൻ വഴിയുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുകയാണ് ഇവിടെ വന്ദേ മാതരം പൂർണ്ണമായി പാടുന്നത് എന്തോ അക്ഷന്തവ്യമായ തെറ്റാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിച്ചു, 1905 ഇല്ലാതിരുന്ന എന്ത് കമ്മ്യൂണൽ ഇഷ്യൂ ആണ് ഇന്നുള്ളത്? ചോദിച്ചത് കേട്ടില്ലേ? അത് കഴിഞ്ഞ് ഇന്ത്യ 2ആയി വിഭജിച്ചു. ആരാ വിഭജിച്ചത്? BJP ആണോ RSS ആണോ എന്ന് നിങ്ങൾ പറയുവാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. ഞങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാരൻ, ഞങ്ങളേക്കാം. BJPക്കും ഒരു പങ്കുമില്ലാത്ത ആ വിഭജന കാലത്ത് ആ വിഭജിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞത് മതം പറഞ്ഞും നിങ്ങളുടെ അധികാരം ഉറപ്പിക്കാനും അല്ലേ വിഭജിച്ചത്? ഞാൻ ആര്യയുടെ എന്നല്ല, ഈ പൊളിറ്റിക്കൽ അധികാരം ഉറപ്പിക്കാനും പൊളിറ്റിക്കലി ഇതിനെ 2ആക്കി നിർത്തിക്കൊണ്ടല്ലേ വിഭജിച്ചത്. ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. അന്ന് വിഭജിച്ച് കൊടുത്തതിന് ശേഷവും ഇന്നും ഈ നാട്ടിനകത്ത് വന്ദേ മാതരം, ഞാൻ വേറെ RSSന്റെ ഗണഗീതം പാടണമെന്ന് പറയുന്നില്ല, RSSന്റെ ഏതെങ്കിലും പ്രവർത്തനം നടത്തണമെന്ന് പറയുന്നില്ല, BJPയുടെ ഏതെങ്കിലും ഒരു സോങ് നിങ്ങൾ പാടണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇതിലും തൂങ്ങിച്ചാവുന്നതാ. എന്നാ പോയി തൂങ്ങിച്ചാവും.
ഇവൻ ആരടാ? വന്ദേ മാതരം ആദ്യമായി നിരോധിച്ചത് ആരാണെന്ന് അറിയാമോ? ആര്യ? ബ്രിട്ടീഷുകാരാണ്. എന്തിനാണ് നിരോധിച്ചതെന്ന് അറിയാമോ? ഈ നാട്ടിൽ ജാതി മത വർഗ വർണ്ണ ഭേദങ്ങൾക്ക് അധിഷ്ഠിതമായി അല്ലെങ്കിൽ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് രാജ്യത്തെ യുവാക്കളെ മുഴുവൻ ഒരുമിച്ച് നിർത്തി രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് ഊറ്റം കൊടുക്കുന്ന ഗീതമാണ് വന്ദേ മാതരം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരാണ് നിരോധിച്ചത്. ആ വന്ദേ മാതര ഗാനത്തെ നിങ്ങൾ ഇന്ന് ഹിന്ദുവിന്റെ ഗാനമാക്കി അല്ലെങ്കിൽ വേറെ സമൂഹത്തിന്റെ ഗാനമാക്കി മാറ്റുന്നത് തന്നെ ഇന്ത്യ മഹാരാജ്യത്തോട് നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ്. സമ്മതിച്ചിരിക്കുന്നു. ചങ്കുറപ്പുള്ളവനാണ് നീ. കൊടുകൈ. അതെ, ദുർഗയിലും ശക്തിയിലും മാത്രമല്ല, ഇവിടെ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ. അവർക്കും ജീവിക്കണം. നിങ്ങൾ നാളൊരു ഉത്തരവിറക്കുകയാണ്. അല്ല, ഇത് നിർബന്ധമായും പാർലമെന്റ് അതെങ്ങനെ ചെയ്യാൻ പറ്റും? എന്താ അവിടെ ഒരു കോട്ട് ഇടാൻ പാടില്ലേ? അല്ല, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം രാജ്യത്ത് വന്ദേ മാതരം പാടുന്നുണ്ട്, ഇതുവരെയും പാടുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ പാടാൻ പറ്റില്ല. എല്ലാ ഭാഗവും പാർലമെന്റ് രാജ്യത്തെ ഹിന്ദുക്കൾ മാത്രമല്ല, കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. എവിടേക്ക് പോകണ്ട, ആയിരങ്ങളിലേക്കും 80കളിലേക്കും പോകണ്ട. നന്ദുവിന് ഒരു സുഹൃത്തുണ്ടാകില്ലേ, ഒരു മുസ്ലിം എന്ത് നേടാ കുറെ നേരമായല്ലോ പറഞ്ഞോണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. ഞാൻ പറയാം, ഈ ചർച്ച കഴിഞ്ഞ് ആര്യയും ഈ പറയുന്ന ജിൻഡോയും അതുപോലെ KS അരുൺകുമാറും എന്റെ കൂടെ വരാൻ ഉണ്ടെങ്കിൽ ഞാൻ ഒരു നിങ്ങൾ പറഞ്ഞ ഏകദൈവ വിശ്വാസിയൊക്കെ ആണെന്ന് പറയുന്ന എന്റെ ഒരു സുഹൃത്ത് ഇത് മുഴുവൻ ഞാൻ പാടില്ല അത്രയും നന്നായി, അതിനേക്കാൾ നന്നായി ഇത് പാടി നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു, എല്ലാ തകർത്ത് കളഞ്ഞല്ലോളിയാ.